ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ നിലവിലെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 60-ന് മുകളിൽ ചോദ്യങ്ങൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 2022 വരെയും ചോദിച്ചതായ ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രസക്തി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ RRB JEE-യുടെ 2024 നടത്തിയിട്ടുള്ള ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരും. അത് നമുക്ക് എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെഷൻ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ 60-ന് മുകളിലാകുന്ന ചോദ്യങ്ങൾ മതിയാകും നമ്പർ സിസ്റ്റത്തിലെ ഏകദേശമാകുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന NTPC ആണ്, അതുപോലെ വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി ആണ്. ആ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആകുന്ന രീതിയിൽ ഏതൊക്കെ ചോദ്യങ്ങളെ പിക്ക് ചെയ്യണം അതെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും നമുക്ക് ഇന്ന് ഒരു 8 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഏതിൽ നിന്നും നോക്കാം, നമ്പർ സിസ്റ്റം. അതിനുശേഷം നമുക്ക് ഇനി ഇടുന്ന വീഡിയോകളൊക്കെ പുതിയ ടോപ്പിക് ആയിരിക്കും കേട്ടോ. ശരി, ഇവിടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം നോക്കേ. വിച്ച് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്നാ ചോദിച്ചേക്കുന്നത്. 9ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ്. മക്കളെ, ഒരു 10 മിനിറ്റ് തീരുന്ന കാര്യമേ ഉള്ളൂ. എന്താ ഡിവിസിബിലിറ്റി ഓഫ് 9 നമ്മൾ എങ്ങനെയാണ് പഠിച്ചേക്കുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താകണമെന്നാണ് പഠിച്ചത്? മൾട്ടിപ്പിൾ ഓഫ് 9 ആകണം. കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ എന്തെന്നാ പഠിച്ചേക്കുന്നത്? കട്ട് ചെയ്യണം. കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത്. കട്ട് ചെയ്യണം. ആരെ? 9നെ കട്ട് ചെയ്യണം, അതുപോലെ മൾട്ടിപ്പിൾ ഓഫ് 9നെ കട്ട് ചെയ്യണം. റിമൈനിങ് ആയിട്ടുള്ള സമ്മ് എന്ന് പറയുന്നത്, റിമൈനിങ് ആകുന്ന സം, ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷമുള്ള റിമൈനിങ് സം എന്തായിരിക്കണം? 0 ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കും. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ആ രണ്ടാമത് പറഞ്ഞ സ്റ്റെപ്പ് ആയതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എന്താട്ടെ മക്കളെ, 5 6 1 1 2 ഇതാണ് നമ്പർ. കൂട്ടുമ്പോൾ 9 വരുന്നവന്മാരെ വിട്ട് 6 2 8 1 9, അവശേഷിക്കുന്നത് 5 1 6. 0 വന്നോ? ഇല്ല. അതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ ഓഫ് 9 അല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്പർ നോക്കുക. 8 9 4 4 5. 9കളെ വെട്ടിമാറ്റ്. 5 4 9. ഇനി ഇവിടെ തനിയായിട്ട് ഒരു 9 ഉണ്ട്. അവശേഷിക്കുന്നവനെ കൂട്ടുമ്പോൾ 8 4 12. 9 അല്ലെങ്കിൽ 0 ആണോ വന്നേ? അല്ലല്ലോ. സമ്മ് 0 അല്ലല്ലോ. 0 അല്ലാത്ത സ്ഥിതിക്ക് എന്താണ് അത്? 9 കൊണ്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ വരില്ല, ഓപ്ഷൻ ബി വരില്ല, ഓപ്ഷൻ സി വരുമെന്ന് നോക്കേ. 4 9 6 5 3 എന്ന 6 3 കൂടെ എടുക്കുമ്പോൾ എത്ര വരുന്നുണ്ട് മക്കളെ? 9. 5 4 കൂടെ എടുക്കുമ്പോൾ എത്ര വരുന്നുണ്ട്? 9. ദാ ഇവിടെ ഒരു 9 ഉണ്ട്. മൊത്തമാകുന്നത് വെട്ടിമാറി ഇനി 0. അപ്പൊ തന്നെ ഉറപ്പിച്ചു ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. ഇനി ചെയ്യാൻ നിൽക്കണമെന്നില്ല. ഇവിടെ എടുത്താലും ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്നത്. ഇവനും ഡിവിസിബിൾ ഓഫ് 9 ആകാത്ത രീതിയിലാണ്. നമുക്ക് ആളെ കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി ചെയ്തു പോകേണ്ട കാര്യമില്ല. ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ആ ചോദ്യം സെറ്റ് അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് പോകാം. മക്കളെ, രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 12 എന്നാണ്. നമുക്ക് 12നെ എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. തെറ്റുണ്ടോ? ഇല്ല. 4 × 3 ആണ് 12. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, 12 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഒരു നമ്പർ 4 കൊണ്ടും ഡിവൈഡ് ആകുന്നു, 3 കൊണ്ടും ഡിവൈഡ് ആകുന്നു. ഒരേ സമയം 4 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ആകുന്ന ഏതൊരു സംഖ്യയാണോ ഈ 4 പേരുടെ കൂട്ടത്തിൽ ഉള്ളത്, അവനായിരിക്കും 12 കൊണ്ട് ഡിവിസിബിൾ ആകുന്നത് എന്ന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ശരിയാണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഡിവിസിബിലിറ്റി ബൈ 4 നോക്കണം. മക്കളെ, ഡിവിസിബിൾ ബൈ 4 ആകുന്ന നമ്പർ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കുന്ന നമ്പറുകളാണ്? ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഇവിടെ എത്ര? 12. ഇവിടെ എല്ലായിടത്തും 12. മക്കളെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 12. 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. അങ്ങനെയാണെങ്കിൽ 12 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന 12 കൊണ്ട് അല്ലെങ്കിൽ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ എല്ലാ നമ്പറുകളും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്കിനി 4 കൊണ്ടുള്ള ചെക്കിംഗ് അല്ല വേണ്ടത്, 3യുടെ ചെക്കിംഗ് ആണ് വേണ്ടത്. ശരിയല്ലേ? 3 കൊണ്ടുള്ള ചെക്കിങ് അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിലിറ്റി നോക്കുന്നത് എങ്ങനെയാണ്? ഡിവിസിബിൾ ബൈ 3 ആണോ എങ്ങനെയാണ് നോക്കുന്നത്? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താകണം? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആകണം. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കട്ട് ചെയ്യുക. ആരെ? 9കളെ കട്ട് ചെയ്യുക. ഓക്കെ ആണോ? റിമൈനിങ് ആകുന്ന സം ഒന്നുകിൽ 9നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 9കളെ കട്ട് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. റിമൈനിങ് ആകുന്ന സം എന്ന് പറയുന്നത് എന്താകണോടാ? സമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താകണം? ഡിവിസിബിൾ ബൈ 3 ആകുന്ന ഒരാളെ തരണം. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ഒന്നുകിൽ 9കളെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിളുകളെ കട്ട് ചെയ്യുക. രണ്ടും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്യുക. ഓക്കെ ആണോ? അങ്ങനെ കട്ട് ചെയ്ത് അവശേഷിക്കുന്നത് ആകുന്ന സം എന്താണ് തരുന്നത്? ഡിവിസിബിൾ ബൈ 3 ആകുന്ന ആളിനെയാണ് തരുന്നത്. എങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവാത്തവർക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 9 3 4 1 2 എന്നല്ലേ നമ്പർ. 9കളെ വിട്ട് ദാണ്ടെ 9 വിട്ടി. ഇനി 4 3 7 2 9. റിമൈനിങ് ആകുന്നവനാരാ? 1.
മക്കളെ ഇവിടെ ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ 0 വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ 0 വന്നാലും കുഴപ്പമില്ല. കാര്യം എന്താ, 0 വന്നാൽ 9 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ എന്നാ, 9 കൊണ്ട് ഡിവൈഡ് ആകുന്ന നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ആകുമല്ലോ, ശരിയല്ലേ? അപ്പോൾ ഇനി ഇവിടെ എന്താണെന്ന് നോക്കിക്കോ, നമ്മൾ 9 അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിളിനെ വെട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ 1 ആണ് സമ്മ് കിട്ടി. ഇതെന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അല്ല, അതുകൊണ്ട് ഓപ്ഷൻ എ വരില്ല. ഇനി അടുത്ത നമ്പർ നോക്കേ, 6 3 4 1 2. വെട്ടാവുന്നതിനെല്ലാം വെട്ടിമാറ്റ്. 4 3 7 2 9. അവശേഷിക്കുന്നതിന്റെ സം എത്ര? 6 1 7 എന്നാണ് വരുന്നത്. 7 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 0 വന്നോ? ഇല്ല. അതുകൊണ്ട് ഇവൻ ആകാൻ സാധ്യതയില്ല. അടുത്ത നോക്കേ, 7 3 7 3 4 1 2 എന്നാണ് കിടക്കുന്നത്. ദാ നോക്കിക്കോ, 4 3 7 ശരിയാണോ? 7 2 9. അവശേഷിക്കുന്നത് 7 1 8ലേക്കാണ് പോകുന്നത്, ശരിയാണോ? 8 എന്ന് പറയുന്നത് 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 8 എന്ന് പറയുന്നത് 3 കൊണ്ട് പറ്റുമോ? ഇല്ല. അത് 0 തന്നില്ലല്ലോ, സമ്മ് 0 അല്ലല്ലോ, സമ്മ 8 അല്ലേ കിട്ടിയേക്കുന്നത്. 8നെ പറ്റുമോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ? ഇല്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറപ്പിക്കാം എന്ത്, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഇങ്ങനെയൊക്കെ ഇത് ചെയ്യണ്ടേ. ഇനി അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തതാകുന്ന നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. മക്കളെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആ, ഒരുപാട് പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാകുന്ന ഒരു ചോദ്യമാണ്. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു തന്നെ. എടാ 3/10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എന്ത് റിമൈൻഡർ വരുമെന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 ആകുന്ന ആളല്ലേ റിമൈൻഡർ, സോറി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ ആകുന്നവൻ ആരാണ്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 7 അല്ലേ. 7നേക്കാൾ വലുത് അല്ലെങ്കിൽ 7നേക്കാൾ ചെറുത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം, ആ രീതിയിലേക്ക് നമുക്ക് ഈ 3/10നെ മാറ്റണം. ഞാനപ്പോൾ നോക്കുമ്പോൾ എനിക്കറിയാം 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 9 എന്നാണ് വരുന്നത്. അത് കഴിച്ച് ബാക്കിയുള്ളവനെ എനിക്ക് എങ്ങനെ എഴുതാം? raised 5 എന്ന രീതിയിലേക്ക് ഇവനെ ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നത്? a/mn എന്ന് പറയുന്നവൻ എനിക്ക് a/m എന്ന രീതിയിലേക്ക് മാറ്റി എഴുതുന്നതിൽ തെറ്റില്ല എന്നറിയാം. ഇത് ലോ ഓഫ് എക്സ്പൊണൻസിനകത്ത് വരുന്നതാ, ശരിയല്ലേ? ഇനി ഇവനെ ഡിവൈഡഡ് ബൈ 7 എന്ന് കൊടുക്കാം. അതായത് ഇവനെ ജസ്റ്റ് ഒന്ന് അവൻ്റെ ആ ഒരു രൂപം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. 3² എന്നാക്കിയെന്നേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത് മക്കളെ? 7ന് മുകളിലായി ഈ ബ്രാക്കറ്റിനകത്ത് എത്ര? 3² 9. ഇനി 9 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 9നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എത്ര വരുന്നത്? റിമൈൻഡർ ആണ് വേണ്ടത്. വെൻ 9 ഈസ് ഡിവൈഡഡ് ബൈ 7, 2 ഈസ് ദ റിമൈൻഡർ. ശരിയാണോ? ഇനി നമ്മൾ എഴുതി പോകുന്നത് മൊത്തം റിമൈൻഡറുകളെ. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്ത് ന്യൂമറേറ്ററുകളിൽ എഴുതാൻ പോകുന്ന ആളുകളൊക്കെ റിമൈൻഡറുകളും. ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത് 9 ആണ്. 9നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. അവശേഷിക്കുന്ന ആ റിമൈൻഡറിന്റെ പവർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. കണ്ടോ, അവശേഷിക്കുന്ന ആൾ എഴുതാൻ പോവുക. റിമൈൻഡർ എത്ര ആയിരിക്കും വരുന്ന? പവറിൽ എത്ര ആയിരിക്കും വരുന്നത്? റിമൈൻഡർ എത്ര? 2 ആണ്. പവർ എത്ര ഉള്ളത്? 5 ആണ്. ഡിവൈഡഡ് ബൈ 7. 2/5 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 32. അതായത് 32 ഡിവൈഡഡ് ബൈ 7 എന്ന് ആ ആളിന്റെ റിമൈൻഡർ എത്രയാണോ അത് തന്നെയായിരിക്കും 3/10 ഡിവൈഡഡ് ബൈ 7ന്റെ റിമൈൻഡർ. എത്ര വരുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് 4. 7ന്റെ പവർ 7 എന്ന് പറയുന്ന ആളിന്റെ നമ്മൾ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ 28 കഴിച്ച് 4 വരും 32 ആകാൻ, ശരിയല്ലേ? 4 റിമൈൻഡർ വരും. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഈ മക്കളെ ഈ ഒരു ചോദ്യം പോലെ തന്നെ, ഈ ഒരു ചോദ്യം ചെയ്യാൻ മനസ്സിലായില്ലേ? ഇതേ ചോദ്യം പോലെ തന്നെ മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് 3/100 വെച്ചിട്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. 3/100 ഡിവൈഡഡ് ബൈ 7ന്റെ റിമൈൻഡർ എത്രയാണ് വരുന്നത്? ഇവിടെ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് എഴുതണം എന്നൊന്ന് ചിന്തിച്ച് വെച്ചേക്കാം. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം നമ്മൾ നേരത്തെ പോലെ തന്നെ 3² എന്നാക്കി മാറ്റി. ഇവിടെ ഒരു എത്രയാണ്? 100 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ പകുതി എടുക്കുക, 50 ഡിവൈഡഡ് ബൈ 7. നേരത്തെ പോലെ തന്നെ 3² 9 ആണ്. 9 ഡിവൈഡഡ് ബൈ 7ന്റെ റിമൈൻഡർ 2 ആണ്. അതുകൊണ്ട് 2 എന്നെഴുതി. ബ്രാക്കറ്റിനകത്ത് ബാലൻസ് എന്തെഴുതി? 50 അവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 7. നിങ്ങളെ 2/50 ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3യുടെ മൾട്ടിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതണം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ a/m × n, a/m പ്ലസ് n. ഇവനെ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? a/m × a/n എന്നല്ലേ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. a/50 എനിക്കിപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കേ. a/48 × a/2 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ 48നെ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് 2/48നെ എനിക്ക് 2³ എന്ന് എഴുതാൻ പറ്റും. എന്താണ്? 2³ അതെന്താ? 16 × 3 അല്ലേ 48. ബ്രാക്കറ്റിനകത്ത് 3കൾ എന്ന രീതിയിൽ വന്നു. 3 2/3 എന്ന് വന്നു.
ഇനി ഇവിടെ ബാലൻസ് എത്ര ഉണ്ട്? ഇവിടെ ഒരു ബാലൻസ് ഒരു 2 എണ്ണം എടുക്കാൻ മറന്നുപോയി. അതിനെ 2 സ്ക്വയർ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 7. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കണം. മക്കളെ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 8. ഈ 8ഉം 7ഉമായിട്ട് കണ്ടോ 7നോട് അടുത്ത് നിൽക്കുന്ന രീതിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? മുകളിലുള്ള 250യെ മാറ്റി 7നോട് അടുത്ത് നിൽക്കുന്ന രീതി. 7ന്റെ അടുത്താരാ ഉള്ള? 8 ഉണ്ട്. 2ന്റെ ക്യൂബ് എടുത്താൽ 8. 7നോട് അടുത്താ നിൽക്കുന്നത്. അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിളുകളോട് അടുത്ത് നിൽക്കുന്ന രീതിയിലായാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ 7നോട് അടുത്താക്കാൻ പറ്റും. അതായത് ഡിനോമിനേറ്ററിനോട് അടുത്തെന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റും. 2 ക്യൂബ് എത്ര? 8. ഇനി 8 ഡിവൈഡഡ് ബൈ 7 അത് എത്രയായിരിക്കും റിമൈൻഡർ തരുന്നത്? അത് ഈ ബ്രാക്കറ്റിൽ എഴുതണം. 8 ഡിവൈഡഡ് ബൈ 7ന്റെ റിമൈൻഡർ 1/16. കണ്ടോ? ഇൻറ്റു ഇനി നമ്മൾ ഡിവൈഡഡ് ബൈ 7 എഴുതുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, ഇവിടെ ഇപ്പോൾ 7നേക്കാൾ ചെറുതാകുന്ന രീതിയിൽ ബ്രാക്കറ്റിനകത്ത് 1 കയറി 1/16 എത്ര വരുന്നത്? 1/16 ഈസ് 1 ഇറ്റ് സെൽഫ് ഇൻറ്റു ഇനി എന്താ ഈ 2/2ന്റെ വാല്യൂ എഴുതണം. 2/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. മക്കളെ ഒന്ന് മനസ്സിലാക്കേ, ഡിവൈഡഡ് ബൈ 7 നമ്മൾ നിലവിൽ എഴുതിയിരിക്കുന്ന 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞ ആളിനെ ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതിയെന്ന് വെച്ചു. സ്റ്റിൽ മനസ്സിലാക്കണം 1 ഇൻറ്റു 4 ഈസ് 4 ഇറ്റ് സെൽഫ്. 7നേക്കാൾ ചെറുതാണ് ഈ 1 ഇൻറ്റു 4 എന്ന് പറയുന്നത്. 4 അല്ലേ റിമൈൻഡർ? അപ്പോൾ അത് തന്നെ ആയിരിക്കും. ഇനി താഴേക്ക് പോകണ്ട. 7ന് താഴെയാകുന്ന ഒരു ഉത്തരം വരുന്നത് എപ്പോഴാണോ അവിടെ നിർത്തിയേക്കുക. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഈ ഒരു സാധനം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്താണ് റിമൈൻഡർ എന്ന് പറയുന്നത്? 4 വന്നു എന്ന് മനസ്സിലായി. ഇനി ഇവിടുന്ന് വേറൊരു രീതിയിലും ചോദ്യം വരാം. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് ചിലപ്പം 3/200ന്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാകുന്ന ഒരു രീതി എന്താണ്? വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ കാണിച്ചു തരാം. 3/200ന്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കും whenever it is divided by 7. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 3/100 മൊത്തമായിട്ട് അതിനെ 2 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 7. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? നേരത്തെ ഇങ്ങനല്ലല്ലോ പറഞ്ഞത്. 9 ആക്കുന്ന പരിപാടിയല്ലേ മക്കളെ? ഇവിടെ ഒരു ഗുണമുണ്ട്. 3/100 ഡിവൈഡഡ് ബൈ 7ന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണെന്ന് എനിക്കറിയാം. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന 3/100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 4 ആണെന്ന് എനിക്കറിയാം. ഇനി ഇവിടെ എന്തുണ്ട്? 4ന്റെ പവറായിട്ട് ദാണ്ടെ 2 എഴുതാം ഡിവൈഡഡ് ബൈ 7. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 4ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 7. 4ന്റെ സ്ക്വയർ എത്ര? 16. 16 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ എൻ്റെ റിമൈൻഡർ എത്രയായിട്ട് മാറും? റിമൈൻഡർ വിൽ ബി 2. കണ്ടോ? ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന സാധനമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കേ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കേ. ഇത് പോളിനോമിയൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമുക്ക് റിമൈൻഡർ തിയറം എന്നുള്ളൊരു തിയറത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് തിയറം എന്നാ പറഞ്ഞേ? റിമൈൻഡർ തിയറം. ഓക്കെ ആണോ? നിങ്ങളത് വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം ഇതിനെ ഒന്ന് വീക്ഷിക്കാൻ. എൻ്റെ കയ്യിൽ ഒരു പോളിനോമിയൽ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെയാണ്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പോളിനോമിയൽ ഇരിപ്പുണ്ട്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പോളിനോമിയൽ ആകുന്ന ആൾ, ഫോർ എക്സാമ്പിൾ ചോദ്യത്തിനകത്ത് ആരുണ്ട്? 3x² പ്ലസ് ax പ്ലസ് എത്രയെന്നാണ് കിടക്കുന്നത്? 4. ഇതിനകത്ത് ഞാൻ എക്സിനൊരു വില കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. എക്സിനൊരു വില കൊടുത്താൽ എനിക്ക് നിലവിൽ ഈക്വൽ ടു ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു, ഞാനിപ്പോൾ 10 എന്നാണ് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. 10 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? എക്സ് മൈനസ് 10. കണ്ടോ? ഈ എക്സ് ഈക്വൽ ടു 10നെ അങ്ങ് അപ്പുറം കൊണ്ടുപോകും. എക്സ് മൈനസ് 10. ഈ എക്സ് മൈനസ് 10 എന്ന് പറയുന്ന ആളിനെ കൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നതാകുന്ന ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിമൈൻഡറാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? എനിക്ക് കിട്ടുന്ന റിമൈൻഡറാണ് ഇവിടെ വരുന്നത്. ശരിയാണോ? എൻ്റെ കയ്യിലൊരു പോളിനോമിയൽ ഉണ്ട്. ആ പോളിനോമിയലിനെ എക്സിന് ഞാനൊരു വില കൊടുത്തിട്ട് കണ്ടോ 10 എന്നാ കൊടുക്കുന്നത്. 10 എന്ന് കൊടുത്താ അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്ക് ഇവിടെ ഒരു വില കിട്ടും. ആ കിട്ടുന്നവൻ ആരാണ്? റിമൈൻഡർ. വെൻ എക്സ് മൈനസ് 10 ഈസ് ഡിവൈഡഡ്. ആണോ? ഓക്കെ ആണോ? എക്സ് മൈനസ് 10 ആണ് ഡിവൈസർ എങ്കിൽ റിമൈൻഡർ ഇതായിരിക്കും. ഇങ്ങനെ വേണം ഞാൻ മനസ്സിലാക്കാൻ. ഓക്കെ ആണോ? എക്സിന് 10 കൊടുക്കുന്നു. അപ്പോൾ ചോദ്യം എന്താണ് ഇനി പറയുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന സാധനമാണ്. ഇമ്പോർട്ടൻ്റ് നോക്കേടാ. ദാണ്ടേ 3x². ദാ ചോദ്യം എന്താ? 3x² പ്ലസ് ax പ്ലസ് 4. ഇതാണ് പോളിനോമിയൽ. അവർ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഈ പോളിനോമിയലിനകത്തേക്ക് എക്സ് മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. നിങ്ങളെ എക്സ് മൈനസ് 5 എന്ന് പറയുന്ന ആൾക്ക് അപ്പോഴേ 0 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സിന്റെ വില എന്തായിട്ട് മാറും? ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഈ തന്നിട്ടുള്ളതാകുന്ന പോളിനോമിയലിനകത്തുള്ള എക്സിന് പകരം ഞാൻ 5 എന്ന് കൊടുക്കണം. കൊടുക്കുമ്പോൾ എനിക്ക്
പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം എക്സിന് 5 എന്ന് കൊടുക്കുമ്പോൾ നിലവിൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടണം, എക്സ് എന്ന് പറയുന്ന ആളിന് വില ഞാൻ കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഈക്വൽ ടു എന്ത് കിട്ടണം, പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. കണ്ടോ, ഇതാ റിമൈൻഡർ തിയറം എന്ന് പറയുന്നത്. എക്സിന് 5 എന്ന് കൊടുക്ക്, 3 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് എ ഇൻറ്റു 5 പ്ലസ് 4 എങ്കിൽ 5 സ്ക്വയർ 25, 25 ഗുണം 3 75, 75 4 കൂടെ ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും, 79. ഓക്കെ ആണോ, 79 എന്ന് വരും. പ്ലസ് 5a ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5a ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, -79 എന്ന് എഴുതാം. a ഇസ് ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, -79 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു -15.8. കണ്ടോ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ, റിമൈൻഡർ തിയറം പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യം ചെയ്യാൻ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന സാധനമാണ്. ഓക്കെ ആണോ? ഇനി ഇതാ ഈ ഒരു ചോദ്യം നോക്കേടാ. ഇവിടെ കോൺസിക്യൂട്ടീവ് ആകുന്ന 4 നമ്പറുകൾ. മക്കളെ, ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ ആണോ? മക്കളെ, ഈ കോൺസിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത സംഖ്യ 2. അപ്പോൾ 1ന്റെ കോൺസിക്യൂട്ടീവ് ടേം ആണ് 2. കോൺസിക്യൂട്ടീവ് ആകുന്ന ഈവൻ നമ്പറുകൾ ആരാണ്? 2 കഴിഞ്ഞാൽ വരുന്ന അടുത്ത സംഖ്യ 2 കഴിഞ്ഞാൽ 4. കോൺസിക്യൂട്ടീവ് ആകുന്ന ഓഡ് നമ്പർ 17 കഴിഞ്ഞാൽ ആരാണ്? 19 ആണ് വരുന്നത്. ശരിയല്ലേ? തൊട്ടടുത്ത് വരുന്ന നമ്പർ, അതാണ് ഈ കോൺസിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കി ആൻസർ കിട്ടും. മക്കളെ, 1 2 3 4 ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. പ്രോഡക്റ്റ് ഒന്ന് നോക്കിയാൽ 4 ഗുണം 3 12. എന്താ കാര്യം, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 4 കോൺസിക്യൂട്ടീവ് നമ്പറുകളുടെ പ്രോഡക്റ്റ് എടുക്കണം. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരെ കൊണ്ടാണ് ഡിവിസിബിൾ ആകുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ 4 നമ്പറുകളും അങ്ങനെ ഡിവിസിബിൾ ആകണമെന്നാണ്. 1 2 3 4 3 12 2 24 ഗുണം 1 24. പ്രോഡക്റ്റ് അത്രയും വരും. ഇനി ഞാൻ എടുക്കുന്നത് 2 3 4 5 എന്നാണെങ്കിലും 4 20 3 60 60 ഗുണം 2 120 പ്രോഡക്റ്റ് വരും. നിങ്ങളെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് 120. അപ്പോൾ അവരിവിടെ ഒരു ജനറലൈസ്ഡ് ആകുന്ന സ്ട്രക്ചറാണ് ചോദിച്ചേക്കുന്നത്. 24 കൊണ്ട് ഡിവൈഡ് ആകുന്ന ആളാണ് 120. അപ്പോൾ ബേസിക്കലി നമ്മൾ രണ്ടും കൂടെ നോക്കുമ്പോൾ എന്ത് മനസ്സിലാവും? ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 24 കൊണ്ടും ഡിവൈഡ് ആകുന്ന ആളുകളായിരിക്കും. 24ന്റെ മൾട്ടിപ്പിൾ. ഈ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയത് രണ്ടാമത്തെ എക്സാമ്പിളിനകത്തേക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറ്റിയില്ല. 24 എന്ന് പറയുന്ന ആളാണ് അവിടെ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. അല്ലെ 24 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ആളുകളായിരിക്കും ഈ പറയുന്ന ആദ്യത്തെ ഏതെങ്കിലും ആകുന്ന കോൺസിക്യൂട്ടീവ് ആകുന്ന 4 ടേമുകളുടെ എന്തെന്ന് പറയുന്നത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതാണ്ട് ഈ ഒരു ചോദ്യം കൂടെ ഒന്ന് ചെയ്തേ. 5^501. ഈ ചോദ്യത്തിന്റെ ആൻസർ എങ്ങനെ വരുന്നത്? 5^501. നമുക്ക് അറിയാം 501 എന്ന് പറയുമ്പോൾ 5 1 6 കൂട്ടുമ്പോൾ നമുക്കറിയാം 6 വരുന്നുണ്ട്, സം ഓഫ് ഡിജിറ്റ്സ്. ശരിയല്ലേ? അതായത് ഈ 501 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് എന്താണ് മക്കളെ? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ താഴെയുള്ള ആളാരാണ്? 126 എന്നാണ് കിടക്കുന്നത്. റിമൈൻഡർ എത്ര എന്നാണ് അവർ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഈ 5^501 ഡിവൈഡഡ് ബൈ 126ന്റെ റിമൈൻഡർ അത് അതേപോലെ തന്നെ കിട്ടും. എങ്ങനെ? 5^3 ദാണ്ടേ ഇത് ഹോൾ റേസ് ടു എത്ര എന്ന് എഴുതിയാൽ മതിയുടെ. ഇവിടെ ആലോചിക്കണം, 167 എന്ന് വരും. ശരിയാണോ? 167 എന്ന് വരും. ഇനി ഇവനെ നമ്മൾക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 126 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ സെയിം വാല്യൂ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. റിമൈൻഡർ സെയിം തന്നെ ആയിരിക്കും 2 പേർക്കും. 5ന്റെ ക്യൂബ് എത്ര മക്കളെ വരുന്നത്? 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. ദ ഹോൾ റേസ് ടു 167 ഡിവൈഡഡ് ബൈ 126. ഓക്കെ ആണോ മക്കളെ? ഈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 125 126 ഡിവൈഡ് ചെയ്ത് 125 ഡിവൈഡഡ് ബൈ 126 തങ്ങളിലുള്ള വ്യത്യാസം എത്രയാ? -1 ദ ഹോൾ റേസ് ടു 167. കണ്ടു? ഇവര് തങ്ങളിലുള്ള വ്യത്യാസം എത്രയാ മക്കളെ? -1ന്റെ വ്യത്യാസം. ഡിനോമിനേറ്ററിനേക്കാൾ 1 കുറവാണ് ന്യൂമറേറ്റർ. അപ്പോൾ -1 ദ ഹോൾ റേസ് ടു 167. പവർ എന്ന് പറയുന്നത് ഇവിടെ എത്ര ആയിട്ടാണ് കിടക്കുന്നത്? ഓഡ് ആയിട്ടാണ് കിടക്കുന്നത്. പവർ ഓഡ് ആണെങ്കിൽ -1 ദ ഹോൾ റേസ് ടു ആൻ ഓഡ് നമ്പർ ഗീവ്സ് -1 ഇറ്റ് സെൽഫ്. ശരിയാണോ? ഇനി നമ്മുടെ ഫൈനൽ ആൻസർ -1 എന്നാ കിട്ടിയത്. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ആരാണെന്ന് നോക്കണം. അവനിൽ നിന്ന് 1 കുറയ്ക്കുക. 126 -1. ആൻസർ അപ്പം എത്ര വന്നേ? 125. അതിനർത്ഥം എന്താ? നിലവിൽ 5^501 ഡിവൈഡഡ് ബൈ 126ന്റെ ആൻസർ റിമൈൻഡർ എന്ന് പറയുന്നത് ആരായിരിക്കും വരിക? 125 എന്നായിരിക്കും വരിക. ഡൗട്ട് ഇല്ലാതെ കാര്യം പിടികിട്ടിയേ? ഉറപ്പായിട്ടും കാര്യം മനസ്സിലായി. അടുത്ത ചോദ്യം നോക്കാം.
മക്കളെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന പക്ഷേ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന ഒരു ചോദ്യം. ഹൗ മെനി ടൈംസ് ഡിജിറ്റ് 3 കംസ് ഇൻ കൗണ്ടിങ് ഫ്രം 301 മുതൽ 301 തുടങ്ങി 399 വരെയാകുന്ന സാഹചര്യത്തിൽ എത്ര തവണയാണ് 3 എന്ന സംഖ്യ ആവർത്തിക്കപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഡിജിറ്റ്സ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസിൽ എത്ര തവണ വരുന്നുണ്ടെന്ന് നോക്കുക. അതുപോലെ ടെൻസ് പ്ലേസിൽ എത്ര തവണ വരുന്നെന്ന് നോക്കുക. വൺസ് പ്ലേസിൽ എത്ര തവണ വരുന്നെന്ന് നോക്കുക. അത് അങ്ങോട്ട് എഴുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 100ന്റെ സ്ഥാനത്ത് എത്ര വരുന്നുണ്ട്? എല്ലാം 300ലാണ് വരുന്നത്. 301 മുതൽ 399 വരെ എത്ര തവണ വരുന്നുണ്ട്? 99 തവണയാണ് 100ന്റെ സ്ഥാനത്ത് 3 വരുന്നത്. ഇനി അടുത്തത് 10ന്റെ സ്ഥാനങ്ങളിൽ എത്ര തവണ 3 വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടം തൊട്ട് എവിടം വരെ ഉള്ളൂ. അത് ദാണ്ടെ 30 തൊട്ട് 39 വരെയുള്ളതാകുന്ന സംഖ്യകളിലാണ് 3 എന്ന് പറയുന്ന ടെൻസ് പ്ലേസിൽ വരുന്നത്. മൊത്തം കൂടെ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 10 എണ്ണം. ഇനി 3 എന്ന് പറയുന്നത് വൺസ് പ്ലേസിൽ എവിടേക്കാണ് വരുന്നത്? 303, 313, 323, 333, 343, 353, 63, 63, 73, 93. മൊത്തം കൂടെ എത്ര തവണ വരുന്നുണ്ട്? 10. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കടാ. ആൻസർ എത്ര വരും മക്കളെ? 119 തവണ. എത്ര തവണ? 99, 10, 109, 10, 119. സോ ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. കണ്ടോ? ഇനി അടുത്തതാകുന്ന ഒരു ചോദ്യം നോക്കേ. എൻ്റെ കയ്യിൽ ഒരു 2 ഡിജിറ്റ് ആകുന്ന നമ്പർ ഇരിപ്പുണ്ട്. ഉദാഹരണത്തിന് ആ നമ്പർ 2 ഡിജിറ്റ് നമ്പർ XY ആണെന്ന് വിചാരിക്കാം. ഇവനെ ഞാൻ റിവേഴ്സ് ചെയ്യുന്നു. എന്താ പറഞ്ഞ്? റിവേഴ്സ് ചെയ്യുന്നു. അതപ്പോൾ എന്തായി മാറും? YX എന്നായി മാറും. ഇനി അവർ പറയുന്നത് എന്താ? അങ്ങനെ ആയാൽ ഒന്നൊന്നിനെ റിവേഴ്സ് ചെയ്താൽ അവിടെ ഈ പറയുന്ന ആദ്യത്തെ ആളിനോടൊപ്പം 36 കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ ആളിനെ കിട്ടുന്നതെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? XY എന്ന് എഴുതുമ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ എഴുതണമെന്നാണ് പഠിച്ചിട്ടുള്ള 10X + Y എന്ന് എഴുതണം. അപ്പോൾ ഇവനെ എങ്ങനെ എഴുതാൻ പറ്റൂടാ? 10Y + X എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ ആണോ? ഇത് രണ്ടും മനസ്സിലായി. ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത് കൂട്ടത്തിലെ വലുതേതാ? ഇതാണോ ഇതാണോ? ഇതിനോടൊപ്പം ഒരു 36 കൂട്ടിയാലേ എനിക്ക് ഇവനിലേക്ക് എത്താൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ വലുതാരാ? ഇവനാണ് വലുത്. ആര്? ഈ YX. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചേ. അപ്പോൾ എങ്ങനെയാ കുറയ്ക്കുന്നത്? 10Y - Y എന്നാവും. എത്ര വരും ഇവിടെ? 9Y മൈനസ്. ഇനി എന്താ വരുന്നത്? X ഇവിടെയുണ്ട്. +X താണ്ടേ +X - 10X എന്ന് വരും. ആൻസർ എന്ത് വരും? 9X - 9X. സോ 9 എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. എന്തോന്ന് വരും? Y - X എന്ന് വരും. ഈ വാല്യൂ ഡിഫറൻസ് ആണ് എനിക്ക് അവിടെ തരുന്ന എത്ര? 36. ഓക്കെ ആണോ? എങ്കിൽ Y - X 9 വെട്ടി മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ 4 എന്ന് വരും. അതായത് രണ്ട് നമ്പറുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 ആയിരിക്കണം. ഇവിടെ 4 തരുന്ന 2 പേരുണ്ട്. 62, 26. മനസ്സിലാക്കേണ്ടത് ഇവിടെ കുറയ്ക്കുമ്പോൾ അവിടെ വൈയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളെ -Xന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആളിന്റെ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് 4 വരേണ്ടത്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി ആണ്. സോ 26 എന്നായിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു തവണയും കൂടെ പറഞ്ഞു തന്നത് ക്ലാരിറ്റി ആക്കി തരാം. മക്കളെ നമ്മളെപ്പോഴും 26 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടിയേ? 2 × 10 + 6നെയാണ് 26 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിനെ റിവേഴ്സ് ചെയ്താൽ 62 വരും. ഇതിനെ എങ്ങനെ എഴുതണ്ടേ? 6 × 10 + 2 എന്ന് എഴുതണ്ടേ. ഇനി നമ്മൾ പറയേണ്ടത് എന്താ? ഈ പറയുന്ന 2 × 10 + 6നോടൊപ്പം 36 കൂട്ടുമ്പോഴാണ് എനിക്ക് 62ലേക്ക് എത്താൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ശരിക്കും നമ്മൾ എഴുതി അങ്ങോട്ട് വെച്ചൊരു കാര്യം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 6നും 2നും ഇടയിൽ വരുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 4ന്റെ ഗ്യാപ്പ് ആയിരിക്കണം. ശരിയാണോ? അല്ലെങ്കിൽ ആ 2 നമ്പറുകൾക്കിടയിൽ വരുന്ന ഗ്യാപ്പ് 4 ആയിരിക്കണം എന്ന ചോദ്യം പറയുന്നത്. ഇനി അവിടെ ഓൾറെഡി 2 കൂടെ കൂട്ടുമ്പോൾ 8 വരണമെന്ന് പറയുന്നുണ്ട് ചോദ്യത്തിനകത്തെ. പക്ഷെ അത് ക്ലാരിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. കാര്യം എന്താ? എല്ലാ നമ്പർ എടുക്കുമ്പോഴും കൂട്ടുമ്പോൾ സമ്മ് 8 വരുന്നുണ്ട്. വരാത്ത ഒരാൾ അതിപ്പോൾ ചോദ്യത്തിനകത്ത് പറയും. അങ്ങനെ എടുത്ത് എന്തെങ്കിലും ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ 8 കൂട്ടുമ്പോൾ കിട്ടാത്തവനെ നമുക്ക് വെട്ടിക്കളയാമായിരുന്നു. ഇവിടെ ഇപ്പോൾ എല്ലാം കൂട്ടുമ്പോൾ 8 വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിഗണിക്കാതെ ബാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? XY ആണ് നോർമലി. ഇവനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 10X + Y എന്ന് എഴുതാൻ പറ്റണം. ഇതാണ് നോർമൽ നമ്പർ. ഇതാണ് നമ്മൾ 26 എന്ന് പറയുന്ന നമ്പറായിട്ട് പരിഗണിക്കുന്നത്. ഓക്കെ. ഇനി ഇതിനെ റിവേഴ്സ് ചെയ്താൽ അതാരാകും? YX എന്നാകും. അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ? 10Y + X എന്ന് എഴുതാൻ പറ്റും. ഇത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ 10Y + Xൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. ആരെ കുറയ്ക്കണം? 10X + Y കുറയ്ക്കണം. ശരിയാണോ? അപ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും ഇവിടെ? 9Y - 9X എന്ന് വരും. ശരിയല്ലേ? ആണ്. ഇത് ആൻസർ എത്രയായി? ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒന്നൊന്നിനോട് 36 കൂട്ടണമെന്ന് പറഞ്ഞാൽ 2 പേരുടെയും കൂടെ ഡിഫറൻസ് 36 എന്നല്ലേ? അവിടെ 9 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എനിക്ക് എന്ത് വരും ഇവിടെ? Y - X എന്ന് പറയുന്നത് എത്രയെന്ന് വരും മക്കളെ? 4. അതായത് വൈയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആളിൽ നിന്ന് Xന്റെ സ്ഥാനത്ത് കിടക്കുന്ന ആളെ കുറയ്ക്കുമ്പോൾ 4 വരണം.
വരണം. അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സംഗതി മനസ്സിലായോ? നിങ്ങളെ വളരെ നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്ക് എന്താണ് നിസ്സാരമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഏകദേശമാകുന്ന 60 മുകളിലുള്ള ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് കൃത്യമായിട്ട് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ടെലഗ്രാമിൻ്റെ ഡിസ്കഷൻ ഗ്രൂപ്പിനകത്തേക്ക് എത്താനുള്ളതാകുന്ന സാധനങ്ങൾ. അപ്പോൾ മാക്സിമം ആകുന്ന രീതിയിൽ നല്ലതുപോലെ പഠിച്ച് കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ആവുക. അപ്പോൾ നമുക്ക് ബാക്കി വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ എല്ലാവർക്കും നന്ദി.